ഞാനേ പണ്ട് കൃപാസനം മാതാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൃപാസനത്തിൽ ഞാൻ പോയിട്ട് എനിക്കുണ്ടായ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറേ പേര് പോസിറ്റീവായിട്ട് എടുത്തു. കുറേ പേരൊക്കെ നെഗറ്റീവ് പറഞ്ഞവരും ഉണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ട് മാനസികപരമായിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മാതാവിനെ ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്കത് ഇന്നൊക്കെ ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അത്ഭുതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ പള്ളിയിൽ പോയപ്പോൾ എൻ്റെ ഈ കയ്യിൽ ഇവിടെ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു. ഓക്കെ, അവിടുത്തെ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറയുമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അസുഖമുള്ള ഭാഗത്തേന് കൈ വെച്ചിട്ട് ഞാൻ ചൊല്ലുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലാൻ പറയും. അങ്ങനെ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഈ അരിമ്പാറ ഉള്ള ഭാഗത്ത് കൈ വെച്ചിട്ട് അത് ഏറ്റു ചൊല്ലി. ഓക്കെ, പ്രാർത്ഥന ഏറ്റു ചൊല്ലി. അപ്പം ഈ അരിമ്പാറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇത് വലുതായി വന്നുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഈ പ്രാർത്ഥന ചൊല്ലി അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി. പിറ്റേ ദിവസം തൊട്ട് ദിനം പ്രതി ചെറുതായി വന്നു. അങ്ങനെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എൻ്റെ കയ്യിൽ ഒരു അരിമ്പാറ അങ്ങനെ ഒന്നുമില്ല. അപ്പം വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന മാതാവിൻ്റെ ചെറിയ അത്ഭുതങ്ങൾക്ക് സാക്ഷിയാണ് ഞാൻ. അപ്പോൾ ഒരുപാട് പേര് പരിഹസിച്ചാലും ഒരുപാട് പേര് കളിയാക്കിയാലും ഞാൻ എന്നും ആ അമ്മയെ ആരാധിക്കുന്നു. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. കാരണം ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് വിശ്വാസമാണ്. വിശ്വസിക്കുന്നവരൊപ്പം എന്നും ഉണ്ടാവും മാതാവ്. താങ്ക് യു.